എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് മഴക്കാല രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഷെരീഖ് വി എസ് ആണ്. ഡോക്ടർ സ്വാഗതം. നമുക്കറിയാം മഴക്കാലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു പനിക്കാലം കൂടിയാണ് വരുന്നത്. കാരണം മഴ നമ്മൾ ഈ ചൂടൊക്കെ കഴിഞ്ഞ് ഒരു മഴക്കാലത്തിലേക്ക് കിടക്കുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് പനികളാണ്. ജലദോഷം, പനി, അത് സ്വാഭാവികമായും എല്ലാ മഴക്കാലത്തും നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പം ഈ മഴക്കാലത്തും അതുതന്നെയാണ് തുടർക്കഥയാവുന്നത്. തുടക്കത്തിൽ തന്നെ ഒരുപാട് പനി വാർത്തകൾ വരുന്നു. അപ്പം മഴക്കാലത്ത് നമ്മൾ ഈ പനിയെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യം നമുക്കറിയേണ്ടത് എന്തൊക്കെ തരം പനികളാണ് പൊതുവെ മഴക്കാലത്ത് വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതറിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും ഓരോ പോലെയാണ്. ഇപ്പോൾ ചില വൈറസുകൾ, അത് വേറെ, ബാക്ടീരിയകൾ, അങ്ങനെയാണ് അത് വരുന്നത്. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് ഈ മഴക്കാലത്ത് കാണുന്നത് ഡെങ്കുപ്പനിയും എലിപ്പനിയുമാണ്. അതിൽ എലിപ്പനിക്ക് തീർച്ചയായിട്ടും അത് മഴയുമായിട്ട് ബന്ധമുണ്ട്. അത് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് എലിയുടെ ഇതിനകത്ത് നിന്ന് മൂത്രമൊക്കെ വരുമ്പോൾ അതിനകത്ത് നിന്നാണ് ആ രോഗാണു മനുഷ്യൻ്റെ ശരീരത്തിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് കാലിൽ വെള്ളം തട്ടുക, അപ്പോൾ കാലിൽ മുറിവുണ്ടാകും, അതിൽ കൂടെയാണ് അത് അകത്തേക്ക് കയറുക. അപ്പോൾ അതൊരു പ്രശ്നം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡെങ്കുപ്പനി സീസണലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സമയമാണ് ഈ മഴക്കാലം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊതുകുകളുടെ എണ്ണം കൂടുകയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡെങ്കുപ്പനി വരികയും, അതുകൊണ്ടാണ് ഈ ഒരു സമയമാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പനി വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഈ വേനൽക്കാലമാകുമ്പോൾ അത്ര വരില്ല. പക്ഷേ ഈ കൊതുകിൻ്റെ കൂടുന്നതും പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നതും കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതിനേക്കാളേറെ വയറിളക്കം, അങ്ങനത്തെ പ്രശ്നങ്ങൾ, കുടിവെള്ളം, ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാത്തത് കൊണ്ടോ അല്ല അങ്ങനത്തെ ഇതുകൊണ്ട് വെള്ളം കൊണ്ട് വരുന്ന കുറേ ഇതുണ്ട്. ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസുകൾ വരാറുണ്ട്. അതുപോലെ ഇത് വരാറുണ്ട്, നമ്മുടെ ഈ വയറിളക്കം, സാധാരണ പറയുന്ന വയറിളക്കങ്ങളെല്ലാം തന്നെ ഇതുപോലത്തെ ഓരോരോ അസുഖങ്ങളായിട്ട് ഈ സമയത്ത് അത് വരുന്നതിൻ്റെ അതുമായിട്ട് അതെങ്ങനെ ഈ രോഗം വരുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഈ മഴക്കാലം അതിനകത്തോട്ട് വരുന്നത്. അതുമാത്രമല്ല, നമുക്കറിയാം സ്കൂൾ തുറക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പം ജൂൺ ആയി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ഒരു പനിയും കൊണ്ടാണെന്നുള്ളൊരു പരാതി മാതാപിതാക്കളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കിടയിൽ ഈ പനി വ്യാപിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ, മാതാപിതാക്കൾ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ കുട്ടികളെ ഈ പനിക്കാലത്ത് നിന്ന് രക്ഷിക്കാം? അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണ പനി എന്ന് പറയുന്നത് ചെറിയ ജലദോഷപ്പനികളൊക്കെയാണ്. ജലദോഷപ്പനികൾ, അതായത് നമ്മൾ ഫ്ലൂ എന്ന് പറയുന്ന ഫ്ലൂ ലൈക്ക് വൈറൽ പനികളാണ്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും നമ്മൾ മാസ്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യങ്ങളല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് അതുപോലത്തെ പകർച്ചവ്യാധികളായിട്ടുള്ള പനികൾ, വൈറൽ പനികൾ എന്ന് പറഞ്ഞാൽ ഈ ഇതൊക്കെ ചുമ, ജലദോഷം, തൊണ്ടവേദന അങ്ങനെയുള്ളതാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിടാതിരിക്കുക. കാരണം ബാക്കി കുട്ടികൾക്ക് അത് വരാതിരിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിടാതിരിക്കുക എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തേത്, ഇത് വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1-2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ നടന്നു പോകുന്ന സമയത്ത് ഷൂ ഫുൾ കവർ ഇട്ട് കൊടുക്കുക. വെള്ളം നനഞ്ഞ് ഇരിക്കുന്ന ഭാഗങ്ങളിലൂടെ അധികം നടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിലൂടെയാണ് എലിപ്പനി മറ്റു കാര്യങ്ങളൊക്കെ അകത്ത് കയറുന്നത്. പിന്നെ കുടിക്കുന്ന വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അധികം പുറമേ നിന്ന് ഭക്ഷണങ്ങൾ അധികം കഴിക്കാതിരിക്കുക. വൃത്തിഹീനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം അധികം കഴിക്കാതിരിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനം കൈശുചിത്വം ചെറുപ്പത്തിലേ കുട്ടികളെ പഠിപ്പിക്കണം. ഈ ഹാൻഡ് ഹൈജീൻ, ഇപ്പോൾ നമ്മൾ പണ്ട്, അതായത് കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഹാൻഡ് ഹൈജീൻ അല്ലെങ്കിൽ ആ സാധനം പറഞ്ഞാൽ ആൾക്കും മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കോവിഡിന് ശേഷം മാസ്കും ഈ കാര്യങ്ങളും എന്തുകൊണ്ടാണെന്നുള്ളത് പെട്ടെന്ന് നമ്മുടെ ഒരു സൊസൈറ്റിയുടെ അവബോധമല്ലാതെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈ കഴുകുന്നത് വളരെ പ്രധാനമാണ്. കാരണം അത് ഭക്ഷണത്തിലൂടെയാണ് കുറേ അസുഖങ്ങൾ വരുന്നത്. ഇപ്പോൾ ഈ വയറിളക്കം പോലത്തെ അസുഖങ്ങൾ വരുന്നത് അങ്ങനെയാണ്. അപ്പം വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ പനിയുള്ള കുട്ടികൾ അധികം സ്കൂളിൽ വിടാതെ, കാരണം അത് ബാക്കിയുള്ള കുട്ടികൾക്കും പകരാനും അങ്ങനെയാണ് ഇത് പകർച്ച വരുന്നത് സ്കൂളുകളിൽ. അപ്പോൾ ചെറിയ പനിയാണെങ്കിൽ പോലും കുട്ടികളെ തൽക്കാലത്തേക്ക് ഒരു 4-5 ദിവസത്തേക്ക് 3-4 ദിവസത്തേക്ക് അത് കുറയുന്നവരേക്കും സ്കൂളിൽ വിടാതിരുന്നാൽ തന്നെ കുറേ ഈ പകർച്ചപ്പനികൾ കുറയാറുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നും ജയപ്രകാശ് എന്നുള്ള പ്രേക്ഷകനാണ് ചേരുന്നത്. ജയപ്രകാശ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഡോക്ടറെ, കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് ഗംഭീര പനിയാണുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ വിട്ടുമാറാതെ ഇങ്ങനെ വണ്ണവും മാറിയും പോയും കൊണ്ടിരിക്കുകയാണ്. ജോലിക്കൊക്കെ പോവാതിട്ട് 3-4 ദിവസമായി. ശരീരവേദന ഉണ്ടോ? അതിന് ശരീരവേദന ഭയങ്കരമാണ്. മൂക്കടപ്പ്, തൊണ്ടവേദന വല്ലതും ഉണ്ടോ? ഉണ്ടല്ലേ. മൂക്കടപ്പ്, തൊണ്ടവേദനയൊക്കെ സാധാരണ വരുന്ന വൈറൽ പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറൽ പനികളാണ്. ഇപ്പൊ കുറേ വൈറൽ പനികളുണ്ട് ഇങ്ങനെ വരണതേ. അപ്പൊ അത് സാധാരണ ഈ പനികൾ കുറയണമെങ്കിൽ ഏകദേശം ഒരു 6-7 ദിവസം എടുക്കും കുറയാനായിട്ട്. കുറച്ച് സമയം എടുക്കും. നമ്മൾ ആന്റിബയോട്ടിക് വേണ്ടതെന്നുള്ളത് എപ്പോഴും ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് വേണം നമുക്ക് ആന്റിബയോട്ടിക്കുകൾ എടുക്കാനായിട്ട്. നമ്മൾ കടയിൽ പോയി ആന്റിബയോട്ടിക്കുകൾ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം വരും. മിക്കവാറും ജലദോഷപ്പനികൾക്ക് ആന്റിബയോട്ടിക്കുകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. നല്ല റെസ്റ്റ് എടുക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക. ഈ ജലദോഷപ്പനികളൊക്കെ ആകുമ്പോൾ സാധാരണ വൈറൽ പനികളാണ്, കുറച്ച് സമയം എടുത്ത് കുറയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമുക്ക് അഥവാ മൂത്രം പോവാതാവുക, കഠിനമായ ശരീരവേദന, ഛർദിൽ, വയറിളക്കം അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ബ്ലഡൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ.
ശരി ശരി കാരണം ഈ ഡെങ്കുപ്പനിയും ഇതുപോലെ തന്നെ വരാം, പക്ഷെ അതിനധികം ഇങ്ങനെ മൂക്കടപ്പ് കാര്യങ്ങൾ അധികം വരാറില്ല. എന്നിരുന്നാലും അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം കേട്ടോ. ശരി ശരി. ഓക്കെ. ഇപ്പം ആളുകൾ പറയുന്നത് ഈ പനി വരുന്നത് ഒരുപക്ഷെ വൈറൽ പനിയാണോ സാധാരണ പനിയാണോ ജലദോഷപ്പനിയാണോ ഏത് പനിയാണെന്നുള്ളത് അറിയാനുള്ള ഒരു പ്രയാസം ഉണ്ടാവും നമുക്കൊക്കെ. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് അതൊരു സീരിയസ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഡോക്ടർ ഉടനെ തന്നെ പോയി കാണണം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് തൊണ്ടവേദനയും മൂക്കടപ്പും ഉണ്ടാവുക, സൗണ്ട് മാറുക, അത് വൈറലാണ്, അത് വൈറൽ പനിയാണ്. അതിന് പിന്നെ വേറെ കൂടുതൽ ടെസ്റ്റുകളില്ല. ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അല്പം പ്രയാസമാണ്. അതെ, അതുകൊണ്ട് പിന്നെ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് പറയാം. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഡെങ്കു നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോകും. അതെ. അപ്പോൾ അത്തരം ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ട, തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇതല്ലാത്ത രീതിയിൽ വരുന്ന പനികൾ ആദ്യത്തെ ഒരു 2-3 ദിവസം പ്രത്യേകിച്ച് വേറെ ഒന്നും അധികമായിട്ട് മരുന്നുകളോ കാര്യങ്ങളോ ടെസ്റ്റുകളോ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ പനികളൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങ് പോകും. ഒരുവിധം പനികൾ 99% പനികളും ഒരു സമയം കഴിയുമ്പോൾ തന്നെ അങ്ങ് പോവുകയാണ് പതിവ്, വൈറൽ പനികൾ പോലത്തെ പനികൾ. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാണ് തലകറക്കം വരിക, നമ്മൾ എഴുന്നേൽക്കുമ്പം കണ്ണിലിരുട്ട് കയറുന്ന പോലെ വരിക, വയറുവേദന, വയറിളക്കം വരിക, ഛർദിൽ, ശരീരവേദന, അസഹ്യമായ ശരീരവേദന, മൂത്രത്തിന് മഞ്ഞ നിറം വരിക, മൂത്രത്തിൻ്റെ അളവ് കുറയുക, ഓർമ്മയ്ക്ക് വ്യത്യാസം വരിക, ശ്വാസമുട്ട് വരിക. ഇത് അപകട സൂചനകളാണ്. ഓക്കെ. ഇപ്പോൾ നമുക്ക് ശ്രീകാര്യത്തിൽ നിന്നൊരു പ്രേക്ഷകരോട് വിളിക്കുന്നുണ്ട്. മഞ്ജു ആണ്. മഞ്ജു ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ഹലോ ഡോക്ടർ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, എനിക്ക് 3 ആഴ്ച മുന്നേ ഒരു തൊണ്ടവേദനയും ജലദോഷവും ഒക്കെ ആയിട്ട് വന്നിട്ട് ഞാൻ ഡോളൊക്കെ കഴിച്ചൊന്ന് കുറച്ച് മാറി ഇരുന്നപ്പോഴത്തേക്കും വീണ്ടും പിറ്റേ ആഴ്ചയായിട്ട് നന്നായിട്ട് വേദന കൂടി. രാവിലെ ആയപ്പോ എനിക്ക് ഞായറാഴ്ച കഴിക്കാനൊന്നും വയ്യായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവര് മറ്റേ ഇഞ്ചക്ഷനൊക്കെ ട്രിപ്പായിട്ടൊക്കെ തന്നു. അത് കഴിഞ്ഞ് അന്ന് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, മൂത്രത്തിൽ ചെറിയ ഇൻഫെക്ഷൻ. അങ്ങനെ അവര് ആന്റിബയോട്ടിക് തന്നു. ഈ 7 ദിവസം ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കവേ വീണ്ടും എനിക്ക് തൊണ്ടവേദന, ദേഹം വേദന. ഇപ്പോഴും അത് നന്നായിട്ട് കുറഞ്ഞിട്ടില്ല. അപ്പൊ തൊണ്ടവേദന ഉണ്ട്, ഇപ്പൊ വയറൊക്കെ നല്ല വേദനയുണ്ട്. മുമ്പത്തെക്കാട്ടി കുറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ഇരിക്കുകയാണോ? അതുപോലെ തന്നെ ഇരിക്കും, ഭയങ്കരമായിട്ട് വേദന. അത് ഒരു കാര്യമുള്ള വെച്ചാൽ ഒന്ന് ഈ വൈറൽ ഇൻഫെക്ഷൻസ് ഈ വരുന്ന ഇതിപ്പോൾ തൊണ്ടയിൽ വേദന വരുമ്പോൾ ഒന്ന് ബാക്ടീരിയ ആയിരിക്കും അല്ലെ വൈറസ് ആയിരിക്കേ. അപ്പോൾ ഈ ബാക്ടീരിയ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആന്റിബയോട്ടിക് കഴിച്ചുകൊണ്ട് പ്രയോജനം വരുള്ളൂ. ഈ വൈറസുകളാണെങ്കിൽ അതിൻ്റെ ഒരു സമയക്രമം ഉണ്ട്. സാധാരണ രീതിയിൽ 10-15 ദിവസമെങ്കിലും എടുക്കും അത് തന്നെ ഒന്ന് സെറ്റിലായി പോകാനായിട്ട്. ഒരു ആവറേജാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, തൊണ്ടവേദന സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിഷ്യനെ കാണിച്ചിട്ട് അതുപോലെ ഒരു ENT ഡോക്ടറെയും കൂടെ കാണിച്ച് അവിടെ വല്ല പഴുപ്പോ അങ്ങനെ വല്ല സാധ്യതകളോ ഉണ്ടോ എന്നും കൂടെ ഒന്ന് നോക്കിക്കുന്നത് നന്നായിരിക്കും. ഇപ്പൊ മൊത്തത്തിൽ ദേഹമാണ് മെയിൻ ആയിട്ട് വേദന വരുന്നത് അല്ലേ? അത് ഈ ചില വൈറൽ പനികൾ, പ്രത്യേകിച്ച് ഡെങ്കു പോലത്തെ പനികളോ ചിക്കുൻഗുനിയ പോലത്തെ പനികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ശരീരവേദന, പ്രത്യേകിച്ച് സന്ധികൾക്ക് നല്ല വേദനയുണ്ടോ, കുറേ നാളുണ്ടാവും ചിലപ്പോൾ അത്. ശരി, മഞ്ജു ആണ് തിരുവനന്തപുരത്ത് നിന്നും വിളിച്ചത്. അപ്പോൾ മഞ്ജു പറയുന്നത് ഈ പനിയുടെ സംശയങ്ങൾ തന്നെയാണ് കൂടുതൽ പ്രേക്ഷകരും ചോദിക്കുന്നത്. അപ്പോൾ പനി മാത്രമല്ലല്ലോ ഡോക്ടറെ, നമ്മൾ മഴക്കാലത്തിൽ മറ്റു രോഗങ്ങളെ കൂടി കരുതേണ്ടതുണ്ടല്ലോ. അങ്ങനെ വേറെ ഏതൊക്കെ രോഗങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം, ഏതൊക്കെ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ ഈ മഴക്കാലം സീസണലായിട്ട് പറയാനുള്ളത് അത് മാത്രമേ ഉള്ളൂ. നമുക്ക് 2 തരം അസുഖങ്ങളാണ്. ഒന്ന് ഇൻഫെക്ഷൻ കൊണ്ട് വരുന്നതും 2 ഇൻഫെക്ഷൻ കൊണ്ട് അല്ലാതെ വരുന്നത്. ഇൻഫെക്ഷൻ കൊണ്ട് അല്ലാതെ വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മഴക്കാലവും ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. സോ നമ്മൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻഫെക്ഷൻ എന്നുള്ള രീതി മാത്രമാണ് ഈ മഴക്കാലവുമായിട്ട് ബന്ധമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എപ്പോഴും ഒരേപോലെ അങ്ങ് നിൽക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയും. ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ടിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതേപോലെ നിൽക്കും. പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അസുഖങ്ങൾ ഉണ്ടാവും പലർക്കും. ഇപ്പോൾ ലിവറിൻ്റെ പ്രശ്നമോ കിഡ്നിയുടെ പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത്തരം ഇൻഫെക്ഷൻസ് വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രശ്നം മൂർച്ഛിച്ചു വരും. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, അണുബാധ വന്നു കഴിഞ്ഞാൽ, ബ്ലഡിനകത്തൊരു അണുബാധ കയറി കഴിഞ്ഞാൽ അത് കിഡ്നീനെ ബാധിച്ചു കഴിഞ്ഞാൽ ഈ കിഡ്നി ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ കുറച്ചൊരു എലിവേറ്റഡ് ആയിരിക്കും, പക്ഷേ ഡയാലിസിസ് ഒന്നും വേണ്ട എന്ന രീതിയിൽ പോകുന്ന പേഷ്യൻസ് ഉണ്ടാവും. അപ്പോഴാണ് ഒരു ഇൻഫെക്ഷൻ കയറി വരിക. അത് യൂറിനിലെ ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വരും. അതോടുകൂടി ഇവർ നേരെ ഡയാലിസിസിലോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ ലിവറിൻ്റെ പ്രശ്നം അതുപോലെയാണ്. ലിവർ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും ലിവറിൻ്റെ ഫെയിലിയറിന്. അപ്പോൾ അതിലൊരു മോഡറേറ്റ് കാറ്റഗറിയിലോ മൈൽഡ് കാറ്റഗറിയിലോ പോകുന്നവർക്ക് ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖം വന്നു നോക്കിയാൽ, അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് എ, അത് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ സ്റ്റേജ് മാറി അപ്പുറത്തോട്ട് കിടക്കും. സോ ബേസ് ലൈനിൽ എല്ലാവർക്കും ഓരോ അസുഖങ്ങളുണ്ടാവും. ആ അസുഖങ്ങൾ ഇത്തരം ഇൻഫെക്ഷൻസ് കൊണ്ട് മൂർച്ഛിക്കും, അടുത്ത സ്റ്റേജിലോട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇത് നമ്മൾ പരമാവധി വരാതിരിക്കണം എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് എന്താണ്, വാക്സിൻസ് ഉണ്ട് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് ന്യൂമോകോക്കൽ ഇൻഫെക്ഷൻസ്, അത് ലങ്ങിനെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷനാണ്.
അത് വളരെ ചെറിയ മരുന്നുകളാണ്. ഇതിനൊന്നും മരുന്നുകൾ വലിയ ഹൈ എൻഡ് മരുന്നുകളല്ല. പക്ഷേ അതിൻ്റെ ഔട്ട്കം എത്രത്തോളം ഇരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അത് ഓരോ രോഗിയുടെയും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി അനുസരിച്ചിരിക്കും. അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് വാക്സിൻ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഈ പറയുന്ന പന്നിപ്പനി എന്നൊക്കെ നമ്മൾ പറയില്ല, ഈ സാധാരണ പറയുന്ന ഈ H1N1 പോലത്തെ വൈറൽ ഇൻഫെക്ഷൻസ്, അതിന് നമുക്ക് എല്ലാ വർഷവും ഒരു വാക്സിൻ എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. സോ അതുപോലെ തന്നെ കുട്ടികൾക്കും ഈ വാക്സിൻസ് എല്ലാം എടുക്കാം. നേരത്തെ ചോദിച്ച പോലെ അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾക്ക് വാക്സിൻസ്, ഈ ഫ്ലൂ വാക്സിൻ പോലത്തെ വാക്സിൻസ് ഉണ്ട്, അതെല്ലാം കുട്ടികൾക്ക് എടുത്തു കൊടുക്കാവുന്നതാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ പ്രിവെൻറ്റ് ചെയ്യാം. നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് വാക്സിൻസിലൂടെ പ്രിവെൻറ്റ് ചെയ്യാം. അപ്പോൾ വാക്സിനിലൂടെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളുണ്ട്. അത് നമ്മളെപ്പോഴും അടുത്ത് നമ്മുടെ നിയർ ബൈ ഫിസിഷ്യനോ പീഡിയാട്രീഷ്യനോ കാണിച്ചിട്ട് ആ ആഡിക്വേറ്റ് ആയിട്ടുള്ള ആ വാക്സിൻസ് കറക്റ്റായിട്ട് എടുത്താൽ ഒരു പരിധി വരെ നമുക്ക് നിർത്താൻ പറ്റും. പക്ഷേ പ്രധാനമായിട്ട് വരുന്ന ഡെങ്കു പോലത്തെ അസുഖങ്ങൾക്ക് വാക്സിൻ ഇതുവരെ ആയിട്ടില്ല. അതുപോലെ ടൈഫോയിഡിന് വാക്സിനുണ്ട്, എലിപ്പനിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് വരുന്ന പല കാര്യങ്ങൾക്കും ഇല്ല. വാക്സിൻ എടുക്കുക, അതിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക. അതെ, നമുക്ക് അത് ശ്രദ്ധ വേണം. അതായത് ഇത് ഏതെങ്കിലും ഒന്നല്ല, എല്ലാത്തിനും ശ്രദ്ധ വേണം, കഴിക്കുന്ന ഭക്ഷണം മുതൽ. ഒരു നിമിഷം ഡോക്ടർ, ഇപ്പോൾ തലശ്ശേരിയിൽ നിന്നും അശോക് ചേരുന്നുണ്ട്. അശോക് ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. തൊണ്ടവേദനയായി 2 ദിവസമായിട്ട്, തൊണ്ടവേദന. ഒരു പനി പോലെ ഉണ്ടായിരുന്നു, അത് പോയി. തൊണ്ടവേദന ഉണ്ട്. ഓ, ശരി ശരി ശരി. പാരസെറ്റമോൾ കഴിച്ചിരുന്നു, ഇപ്പൊ തൊണ്ടവേദന ഉണ്ട്. പറഞ്ഞോളൂ. തൊണ്ടവേദനക്ക് എന്താ മരുന്ന്? എന്താ? പനി മാറിയോ? ആന്റിബയോട്ടിക്. പനി മാറിയോ? പനിയെല്ലാം മാറി, പനിയൊന്നുമില്ല. ശരി, ആദ്യം നമുക്ക് അടുത്ത് ഡോക്ടറെ കാണിച്ചിട്ട് തൊണ്ട ഒന്ന് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് നോക്കുമ്പോഴേ അത് ഏത് അവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇല്ല, അങ്ങനെ നമുക്ക് ആന്റിബയോട്ടിക്, എല്ലാ തൊണ്ടവേദനയ്ക്കും ആന്റിബയോട്ടിക് ഇടണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന ഒരു തെറ്റാണ്. അത് നമുക്ക് പരിശോധിച്ച് നോക്കി കഴിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇത് ആന്റിബയോട്ടിക് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന്. അപ്പൊ ശരി 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 ശരി. അപ്പോൾ അശോകിന്റെ സംശയങ്ങൾക്കാണ് ഇപ്പോൾ ഡോക്ടർ മറുപടി നൽകിയത്. ഇപ്പോൾ പനിക്കാലമാണ്, മഴക്കാലമാണ്, അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് പ്രതിരോധിച്ച് മുന്നേറണം. അതെ തീർച്ചയായിട്ടും. കാരണം ഈ സമയം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കൂ, നമ്മുടെ സർക്കാരുകൾ, വരുന്ന എല്ലാ സർക്കാരുകളും മഴക്കാല പൂർവ്വ ശുചിത്വം എന്ന് പറയില്ലേ, അത് വളരെ പ്രധാനമാണ്. കാരണം ഇത് ഇപ്പം അസുഖം വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വെള്ളം കെട്ടി നിൽക്കുക, അങ്ങനത്തെ പല കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതൊരു ഡോക്ടർമാരോ നമ്മൾ വീട്ടിലുള്ള ആൾക്കാരോ മാത്രം ശ്രദ്ധിച്ചാൽ പോരല്ലോ, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇപ്പം ട്രിവാൻഡ്രമാണ് നമ്മൾ എടുക്കുന്നത്, തിരുവനന്തപുരമാണെങ്കിൽ കോർപ്പറേഷനും ഗവൺമെൻറ്റിനും എല്ലാം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് വെള്ളം കെട്ടി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. മഴക്കാലം വരുന്നതിന് മുൻപ് തന്നെ തീർച്ചയായും അത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം, ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ ഇന്ന് ആരോഗ്യമന്ത്രി അടക്കം പറഞ്ഞത് അതിൽ ചില വീഴ്ചകൾ ഉണ്ടായി എന്നാണ്. അപ്പം തരത്തിലുള്ള വീഴ്ചകൾ ഈ പനി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ കൂട്ടാനുള്ള ഒരു കാരണമാകാൻ വലിയ സാഹചര്യം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഒരുവിധപ്പെട്ട അസുഖങ്ങളുടെ എല്ലാം കാരണം. ഈ വെള്ളം ഇങ്ങനെ ഒഴുകാതെ കെട്ടി നിൽക്കുകയും, ഇപ്പം വെള്ളപ്പൊക്കം വന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ വെള്ളപ്പൊക്കം വന്ന സ്ഥലങ്ങളിൽ ഈ ഇൻഫെക്ഷൻസിൻ്റെ റേറ്റ്സ് ഭയങ്കരമായിട്ട് കൂടും. രണ്ടാമത്തേത്, ഇതുവരെ കാണാത്ത പല അസുഖങ്ങളും അവിടെ പൊട്ടിപ്പുറപ്പെടും. കോളറ പോലത്തെ അങ്ങനെ ഇതുവരെ കാണാത്ത പല അസുഖങ്ങളും അത്തരം സന്ദർഭങ്ങളിൽ പൊട്ടിപ്പുറപ്പെടും. സോ ക്ലീനായ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവുക, നല്ല ക്ലീനായിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി പോകുമ്പോൾ അപ്പോൾ തന്നെ എലിപ്പനി അങ്ങനത്തെ സാധനങ്ങളുടെ സാധ്യത വളരെ കുറയാണ്. പിന്നെ കുടിവെള്ളത്തിലേക്ക് കലരുന്നത് അത് വേറെ പ്രശ്നമാണ്. ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഈ അഴുക്കായിട്ടുള്ള ബാക്ടീരിയയും കാര്യങ്ങളും ഉള്ള സാധനങ്ങൾ ഇതിനകത്ത് വന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ കുടിക്കുന്ന വെള്ളത്തിലോട്ട് മിക്സായി കഴിഞ്ഞാൽ വലിയ ഈ വയറിളക്കവും അങ്ങനത്തെ സാധനങ്ങൾ സ്പ്രെഡാവും. ഇപ്പം നമ്മളിപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ള, ഇപ്പോൾ പുതല്ല, അത് പഴയതാണ്, നമ്മൾ ഷിജല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഷിജല്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു വിഭാഗം ഷിജല്ല ഒരെണ്ണമുണ്ട്, ഡിസെൻട്രിയ എന്നാണ്, 3-4 തരത്തിലാണ്. അപ്പോൾ അത് ആകെ 50 ബാക്ടീരിയ അകത്ത് പോയാൽ മതി, സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര വലുതായിട്ട് അവിടെ ചിലപ്പോൾ കണ്ടാമിനേറ്റഡ് ആവണമെന്നില്ല. വളരെ കുറഞ്ഞ അളവിൽ അകത്ത് കയറിയാൽ പോലും ഇത്തരം നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ചില ബാക്ടീരിയകൾ അങ്ങനെയല്ല, അതിൻ്റെ തന്നെ വകഭേദങ്ങളുണ്ട്. അത് ഒരുപാട് ബാക്ടീരിയ അകത്ത് കയറിയാലേ വരുള്ളൂ, മാസമായിട്ട് കണ്ടാമിനേഷൻ വന്നാലേ വരുള്ളൂ. പക്ഷേ ഓരോ ബാക്ടീരിയ ഓരോ പോലെയാണ്. ഓക്കെ, ഇപ്പോൾ ഒരു നിമിഷം ഡോക്ടർ, നമുക്ക് വടകരയിൽ നിന്ന് ഷിജി എന്നൊരു പ്രേക്ഷക വിളിക്കുന്നുണ്ട്. ഷിജി, ചോദിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ. ഹലോ സാർ, അമ്മ രക്തോട്ടത്തിന്റെ ഗുളിക കഴിക്കാറുണ്ട്. ഇപ്പൊ ആരോഗ്യ പ്രവർത്തകർ എലിപ്പനിന്റെ ഗുളികയും കൂടി തന്നിട്ടുണ്ട്, അത് കുടിക്കാൻ പറ്റുമോ? പിന്നെ അത് കുടിക്കാം, കുഴപ്പമില്ല. കേട്ടോ, കുഴപ്പമില്ല. പിന്നെ മോക്ക് ഇടക്കിടക്ക് ജലദോഷം, കഫക്കെട്ടൊക്കെ വരുന്നു. അത് പനി അങ്ങനെ ഇല്ല. മനസ്സിലായി. ഇപ്പൊ എത്ര നാളായി? ഇതിപ്പോ ഒരു 2 ആഴ്ചയായി, കഫക്കെട്ട് മാറുന്നേ ഇല്ല. ഇപ്പൊ 2 ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ?
ആവി പിടിക്കുന്നുണ്ട്, ആവി പിടിച്ചിട്ടൊന്നും അത് മാറുന്നില്ല. ആ ശരി. നേരത്തെ ഈ പൊടിയൊക്കെ വരുമ്പോൾ പൊടി അടിക്കുമ്പോൾ തുമ്മൽ വരും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതായത് അതൊരു അലർജിയുടെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, അലർജി സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നം നിൽക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ വൈറൽ അൻപത് വന്നു കഴിഞ്ഞാൽ ആ അലർജിയുടെ സംഭവം കൂടി വരും. അപ്പോൾ അത് നമ്മൾ ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട മരുന്നുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിന്നോളും. കുട്ടികൾക്ക് പൊതുവെ ഇങ്ങനെ വീണ്ടും വീണ്ടും വൈറൽ ഇൻഫെക്ഷൻ വരുന്നത് അലർജിയുടെ പ്രശ്നം കൊണ്ടാണ്. സ്ഥിരമായിട്ട് തുമ്മലുണ്ടാവുക, അല്ലെങ്കിൽ ഈ ചുമ ഉണ്ടാവുക, അപ്പോൾ ആസ്മയുടെ തുടക്കം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരും. മാസത്തില് ജലദോഷം കഫക്കെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് തുമ്മലുണ്ടെങ്കിൽ അതിനെ ചികിത്സിച്ച് കഴിയുമ്പോൾ അതങ്ങ് ബെറ്റർ ആവാറാണ് പതിവ്. യെസ്, ഷിജിയാണ് വടകരയിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ ഡോക്ടർ, ഈ പ്രായമായവരുടെ ഒരു കാര്യം, ഈ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതശൈലി രോഗങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ മഴക്കാലത്ത് അവരെന്തൊക്കെ ശ്രദ്ധിക്കണം? ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പലതരം അണുബാധകൾ വരുമ്പോഴും ഈ അണുബാധകൾ കാര്യമായി ബാധിക്കുന്നത് ഒരു ഗ്രൂപ്പുണ്ട്, സിവിയർ ആവാനുള്ള സാധ്യത കൂടുന്നത്. ഒന്ന് ചെറിയ കുട്ടികൾക്കാണ്, രണ്ട് നല്ല പ്രായമായവർക്കാണ്, മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധം കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർ. ഈ 3 വിഭാഗം ആൾക്കാരിലും ചെറിയ കാര്യം വലുതാവും. അതുകൊണ്ട് പ്രായമുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് അവർക്ക് കോംപ്ലിക്കേഷൻസ് അധികമായിരിക്കും ഇത്തരം ഇൻഫെക്ഷൻസ് വരുമ്പോൾ. അപ്പോൾ വളരെ ചെറിയ കുട്ടികളും വളരെ എക്സ്ട്രീമായിട്ടുള്ള ഏജുള്ള ആൾക്കാരും ഈ ഇൻ ബിറ്റ്വീനിലുള്ളവർ ഈ നമ്മുടെ പ്രതിരോധശേഷി തളർത്തുന്ന മരുന്ന് കഴിക്കേണ്ടി വരും, പല സന്ധിവാത സംബന്ധമായ പ്രശ്നങ്ങൾ. അങ്ങനെയുള്ളവരും എപ്പോഴും ഇതിനകത്ത് വാക്സിനും മറ്റു കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ശുചിത്വം, കൊതുക് കടിക്കാതിരിക്കാൻ നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ്. ഡെങ്കു വരുന്നത് അങ്ങനെയാണ്, കൊതുക് കടിച്ചിട്ടാണല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അതിനകത്ത് വാക്സിനോ കാര്യങ്ങളില്ല. അപ്പോൾ നമുക്ക് ഡെങ്കു പ്രിവെൻറ്റ് ചെയ്യാൻ ഏറ്റവും ഇതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? കൊതുക് വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ തുറന്നിടുന്ന ജനലുകളിലെല്ലാം കൊതുകിൻ്റെ നെറ്റുകൾ ഇടാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കറക്റ്റ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. ശരി. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് രാജേഷ് എന്ന പ്രേക്ഷകൻ വിളിക്കുന്നു. രാജേഷ്, ചോദിച്ചോളൂ, എന്താണ് സംശയം? നമസ്കാരം. നമസ്കാരം, പറഞ്ഞാട്ടെ. അതായത് ഒരാഴ്ചയായിരുന്നു പനി തുടങ്ങിയിട്ട് തൊണ്ടവേദന കാര്യങ്ങളുണ്ടായിരുന്നു തുടക്കത്തില്. പിന്നെ മേല് നെഞ്ചിനകത്ത് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. ഇങ്ങോട്ടും കിടക്കുമ്പോഴും ഇടത്തും ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞ് കിടക്കുമ്പോഴൊക്കെ. അപ്പൊ ഇപ്പൊ ഒരാഴ്ചയായിട്ട് ഞാൻ ഈ പല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇങ്ങനെ ഗുളിക മേടിച്ച് കഴിക്കാറും ഇതുപോലെ ഉപ്പുവെള്ളമൊക്കെ അവളില് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നിട്ട് കുറവില്ല. എന്നിട്ട് ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോയി ഇന്ന് ഗുളിക മേടിച്ചു. അപ്പൊ തൊണ്ടയ്ക്ക് ഭയങ്കര കരകരപ്പും ചുമ അങ്ങോട്ട് ചുമക്കുന്നുമില്ല എന്നാ, പിന്നെ ചുമക്കുന്ന ടെൻഡൻസി, പിന്നെ അതുപോലെ തന്നെ നല്ല കഫമുണ്ട്, കഫക്കെട്ടുണ്ട് ഉണ്ടല്ലേ. നേരത്തെ അലർജി ഇടയ്ക്കിടയ്ക്ക് അതായത് നേരത്തെ അലർജി സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. മുമ്പ് എന്തെങ്കിലും വേറെ അസുഖങ്ങളുണ്ടോ? ഷുഗർ പോലത്തെ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. വീട്ടിലാർക്കെങ്കിലും പനി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാനില്ല. മുമ്പ് കുറെ ഇടയ്ക്കിടയ്ക്ക് പനി വരാറുണ്ട്, തൊണ്ടവേദന ആദ്യം വരാറ്. അല്ല, ഇപ്പൊ ഈ പനി വന്ന സമയത്ത് വീട്ടിലാർക്കെങ്കിലും പനി വന്നിരുന്നോ? ഇല്ലല്ലോ അല്ലേ. ഇപ്പൊ ഇത് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച. സാധാരണ രീതിയിൽ ഇത്തരം പനികൾ ഒരു 2 ആഴ്ച വരയ്ക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ കൂടെ ഉണ്ടാവും. അത് കഴിയുമ്പോൾ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വൈറൽ പനികളാണ്, വലിയ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സാധാരണ രീതി കാണാറില്ല. പക്ഷേ എന്നാലും ഒരു സാധാരണ രീതിയിൽ നമ്മളൊരു 5 ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ ശ്വാസം വലിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് ചിലപ്പോൾ ഒരു എക്സ്റേ എടുക്കേണ്ടി വരും. കേട്ടോ? ശരി. ശരി രാജേഷ്. ഇനി ആലത്തൂരിൽ നിന്ന് ആന്റണി കൂടെ ചേരുന്നു. ആന്റണി, ചോദിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ. പറയൂ. ഹലോ സാറേ. പറഞ്ഞോളൂ. എനിക്ക് ചുമ 2 ദിവസമായി സാറേ. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ വൈറൽ ഫീവർ ആണെന്നാ പറയുന്നത്. തൊണ്ടയ്ക്കൊക്കെ നല്ല വേദനയുണ്ട്, മരുന്ന് തന്നു വിട്ടിട്ടുണ്ട്. ചുമ മാറാൻ ഒരാഴ്ച എടുക്കുന്ന പറഞ്ഞു. അതെ. അപ്പൊ പനി മാറിയ ശേഷം ചുമക്കുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതെ. ആ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ സാധാരണ വരുന്ന വൈറൽ പനികൾ പോലെയാണ്. സാധാരണ ഈ സമയത്ത് വരുന്ന എല്ലാം ഇങ്ങനത്തെ പനികളാണ്. ജലദോഷ പനി എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം അത് വരുന്നത് ചില ഫ്ലൂ കൊണ്ടുള്ള ചില വൈറസുകൾ കൊണ്ട് വരും. അതിനാണെങ്കിൽ പ്രത്യേകിച്ച് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ടി മാത്രമായിട്ട് ചില ഗുളികകളുണ്ട്. അത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർമാർ സാധാരണ തൊണ്ടയിൽ നിന്ന് അതിൻ്റെ സ്രവം എടുത്ത് പരിശോധിച്ച് നമ്മൾ കോവിഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന പോലെ വൈറസിന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഗുളിക വെക്കാറുണ്ട്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം കറക്റ്റാണ്, അതുപോലെ തന്നെ പോയാൽ മതി. ഇത് വളരെ അത്യാവശ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചെയ്യാറുള്ളൂ. സാധാരണ രീതിയിൽ അങ്ങനെ എല്ലാവർക്കും ചെയ്യാറില്ല ആ ടെസ്റ്റ്.
ഓക്കെ സാർ. ഇത് ചുമ കുറയാൻ 2 ആഴ്ച എടുക്കും. ഒരാഴ്ച മേലെ എടുക്കും പറഞ്ഞു സാർ. മിനിമം ഒരാഴ്ച എടുക്കും. ആവറേജ് 2 ആഴ്ച വരെ എടുക്കാറുണ്ട് ഇത്തരം ചുമകൾ മാറാനായിട്ട് കേട്ടോ. ഓക്കെ സാർ. ശരി ശരി, ആന്റണിയാണ് ഇപ്പോൾ സംശയവുമായി വിളിച്ചത്. ഡോക്ടറെ, മറ്റൊരു കാര്യം, നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ, അങ്ങനെ ഒരു വിഭാഗം കൂടി നമുക്കിടയിലുണ്ട്. അപ്പം മഴക്കാലത്ത് അവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, അതുപോലെ ഏതൊക്കെ പ്രതിരോധ മരുന്നുകൾ അവർ കഴിക്കണം? 2 കാര്യമാണ്. ഒന്ന്, ഇതിനകത്ത് നമുക്കുള്ളത് അവർ പ്രധാനമായിട്ടും അവർ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നത് എലിപ്പനിക്കാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ ത്രെട്ട് എന്ന് പറയുന്നത്. അതാണ് അവർക്ക് എലിപ്പനി അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ ഇവർ ഈ വെള്ളം കാലിൻ്റെ അകത്തോട്ട് ഇറങ്ങരുത്. ഇവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മുഴുവൻ ഈ അഴുക്കുവെള്ളമാണല്ലോ, അതിലൂടെയാണ് ഇവർക്ക് ഈ അസുഖം വരുന്നത്. അപ്പോൾ ഒന്ന്, അവർ മാസ്ക് ധരിക്കണം. 2, നല്ല ഇത്രയും ഹൈറ്റുള്ള ബൂട്ടുകൾ ധരിക്കണം. അത് ഇവർക്ക് മാത്രമല്ല, കർഷകർ, ഈ അതുപോലെ ഈ വെള്ളവും ചെളിയുമായിട്ട് ബന്ധം വരുന്ന ജോലി ചെയ്യുന്ന എല്ലാവരും ഒന്ന് മാസ്ക് ധരിക്കുക. കാരണം അതുവഴി ഇതിനകത്ത് നിന്ന്, ഈ അഴുക്ക് കൂനകത്ത് നിന്ന് കുറേ ബാക്ടീരിയ അകത്ത് കയറും. അങ്ങനെ ലങ്സിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഷുഗർ ഒത്തിരി കൂടി വരും. മിലിയോഡോസിസ് എന്നൊക്കെ പറയുന്ന ചില അസുഖങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെ നമ്മുടെ ശ്വാസകോശത്തിൽ ഇറങ്ങി അവിടുത്തെ ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പോൾ ഷുഗർ ഉള്ളവർ പ്രത്യേകിച്ച് മാസ്ക് വയ്ക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനേക്കാളേറെ ഈ കാലിൽ ഗ്ലൗസ് ഇടുക. ഈ കാലിൽ ഇതല്ല, ആ ഷൂ, ഹൈ ഹീലായിട്ടുള്ള ഷൂ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ വെള്ളവുമായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കാം. പക്ഷേ അതിനപ്പുറവും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഇതിനകത്ത് തന്നെ അവർക്ക് ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് പ്രതിരോധ ഇതിന് വേണ്ടിയിട്ട് അവർ കൊടുക്കാറുണ്ട്. അത് കഴിച്ചാൽ പിന്നെ അവർക്കത് വരത്തുമില്ല. അപ്പോൾ അത് ചിലത് ആഴ്ചയിൽ 1 ഡോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ഡോസ് വെച്ചിട്ടോ അത് ഗവൺമെൻറ് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി തന്നെ അവർക്ക് മരുന്ന് കഴിക്കാം. അതാണ് റിസ്ക് ഉള്ളവർക്ക് അങ്ങനെ മരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഈ മഴക്കാലത്ത് നമുക്ക് എന്തായാലും പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പേടിക്കേണ്ടതല്ല, ജാഗ്രത മാത്രം മതി. പലതരം പനികൾ, അതിനെല്ലാമുള്ള സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് നമുക്ക് ഡോക്ടർ നൽകിയത്. നന്ദി ഡോക്ടർ. ഇതോടുകൂടി ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു.